ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കെമിസ്ട്രിയിലെ ഹാലോ ആൽക്കിൻ ഹാലോ ഓറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഈ ടോപ്പിക്കിൽ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്നുള്ളത്? നമ്മൾക്ക് കിട്ടുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ സോഴ്സ് എന്ന് പറഞ്ഞ ലൈറ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പല ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റാണ്. പല ഡയറക്ഷനിൽ പല ഭാഗത്ത് പല രീതിക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റുകളാണ്. ഈ നോർമൽ ലൈറ്റിനെ ഒരു പോളറൈസിങ് ഫിൽറ്ററിലൂടെ കടത്തിവിടുന്നു. പല ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഈ ലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പോളറൈസിങ് ഫിൽറ്ററിലൂടെ കടത്തിവിടും. എന്താണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. അതൊന്നും പഠിക്കേണ്ടതില്ല, മനസ്സിലാക്കുക. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും അതെന്താണെന്നുള്ളതുമാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഒരു നോർമൽ ലൈറ്റ് പല ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഈ നോർമൽ ലൈറ്റിനെ ഒരു പോളറൈസിങ് ഫിൽറ്ററിലൂടെ നമ്മൾ കടത്തി വിട്ടാൽ പോളറൈസിങ് ഫിൽറ്റർ എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് ആ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റുകൾ മാത്രം കിട്ടും. കണ്ടോ, പോളറൈസിങ് ഫിൽറ്റർ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിനാൽ തന്നെ ഈ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റുകൾ മാത്രം കിട്ടും. ഇങ്ങനെ കുത്തനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഈ ലൈറ്റുകൾ മാത്രമാണ് കിട്ടുക. ഇങ്ങനെ യൂണി ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഈ ലൈറ്റുകളെ നമ്മൾ പ്ലെയിൻ പോളറൈസർ ലൈറ്റ് എന്ന് പറയുന്നു. ഈ പ്ലെയിൻ പോളറൈസർ ലൈറ്റിനെ നമ്മളൊരു കോമ്പൗണ്ടിനകത്തൂടെ കടത്തിവിടുകയാണെങ്കിൽ ഈ പ്ലെയിൻ പോളറൈസർ ലൈറ്റ് ഒന്നുകിൽ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഇങ്ങനെ ആ ലൈറ്റ് റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവ് ആ കോമ്പൗണ്ടിനുണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിനെ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് പറയാം. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന യൂണി ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റിനെ നമ്മളൊരു കോമ്പൗണ്ടിനകത്തൂടെ കടത്തിവിടുന്നു. ഒരു സാമ്പിൾ എടുത്തിരിക്കുകയാണ്. ഒരു കോമ്പൗണ്ടിനകത്തൂടെ കടത്തിവിടുന്നു. അപ്പോൾ കോമ്പൗണ്ടിനകത്തോട്ട് വരുന്നത് വരെ ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. കോമ്പൗണ്ട് കഴിഞ്ഞ് പുറത്തോട്ട് എത്തുമ്പോൾ എന്തായി? ആ ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ചരിഞ്ഞു അല്ലേ? അപ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഈ ലൈറ്റ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ്. എങ്ങോട്ടേക്ക്? റൈറ്റിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടോ. ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ ഈ കോമ്പൗണ്ട് നമുക്ക് എന്ത് പറയാം? ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് പറയാം. ക്ലിയർ ആണ്? അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് എന്താണെന്നും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്താണെന്നുള്ള കാര്യവും മക്കൾക്ക് മനസ്സിലായി. ഇങ്ങനെ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ കഴിവുള്ള കോമ്പൗണ്ട് ആണെങ്കിൽ ആ കോമ്പൗണ്ടിനെ പറയുന്ന പേര് ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്നാണ്. ഡെക്സ്ട്രോ റൊട്ടേറ്ററി അല്ലെങ്കിൽ പോസിറ്റീവ് ഫോം അല്ലെങ്കിൽ ഡി ഫോം എന്നാണ് പറയുക. ഡെഫിനിഷൻ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. റൈറ്റിലോട്ട് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ അഥവാ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മളെന്ന് പറയുന്നത് ലീവോ റൊട്ടേറ്ററി എന്ന് പറയുന്നത്. എൽ ഫോം അല്ലെങ്കിൽ നെഗറ്റീവ് ഫോം എന്നാണ് പറയുക. റെഡി? ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആ കോമ്പൗണ്ട് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ റൊട്ടേറ്റ് ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ അതിനെ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് പറയും. ആ ഐസോമറുകളെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയും. ആ ഫിനോമിനെ ഒപ്റ്റിക്കൽ ഐസോമറിസം എന്നാണ് പറയുക. ഇത്രയും കാര്യം അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പുതിയ കുറേ കാര്യങ്ങളാണ്. കൈറാൽ കോമ്പൗണ്ടും ആ കൈറാൽ കോമ്പൗണ്ടും ചിറാൽ അച്ചിറാൽ എന്നൊക്കെ പറയും. എന്താ പ്രൊണൗൺസിയേഷൻ സീനില്ല, നമ്മൾ എഴുതി വെക്കേണ്ടതാണ് കാര്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. ഒരു സ്കൂളിൽ ഓരോ രീതിക്ക് പറഞ്ഞിട്ടായിരിക്കുക. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും വേറെ ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, റെഡി? അപ്പോൾ കൈറാൽ എന്നുള്ള രീതിക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈറാൽ മോളിക്കൂൾ എന്താണോ, കൈറാൽ മോളിക്കൂൾ എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു കോമ്പൗണ്ട് എടുക്കുന്നു, ആ കോമ്പൗണ്ടിൻ്റെ മിറർ ഇമേജ് എടുക്കുന്നു. ഒരു കോമ്പൗണ്ട് ആ കോമ്പൗണ്ടിൻ്റെ മിറർ ഇമേജ് എടുക്കുന്നു. രണ്ടും കാണാൻ ഒരേപോലെയാണെങ്കിൽ അത് സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കോമ്പൗണ്ട് ആ കോമ്പൗണ്ടിൻ്റെ മിറർ ഇമേജ് എടുത്തു. രണ്ടും മേലേക്ക് വെച്ചാൽ ഒരേപോലെ തന്നെ ഉണ്ടെങ്കിൽ ഇത് സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ്. അങ്ങനെയുള്ളത് അക്കൈറാൽ മോളിക്യൂളുകളാണ്. അങ്ങനെ കൈറൽ ഒബ്ജക്റ്റുകൾ എന്ന് പറയും. നമ്മൾ മോളിക്യൂളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ കൈറൽ മോളിക്യൂൾസ് എന്ന് പറയാം. ഒരു കോമ്പൗണ്ട് എടുക്കുന്നു, അതിൻ്റെ മിറർ ഇമേജ് എടുക്കുന്നു. രണ്ടും ഡിഫറൻ്റ് ആയിട്ടുണ്ടെങ്കിൽ, മേലേക്ക് വെക്കുമ്പോൾ രണ്ടും ഡിഫറൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിനെയാണ് കൈറാൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ കൈറാൽ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. റെഡിയാണ്? അപ്പോൾ ഒരു കോമ്പൗണ്ട് ആ കോമ്പൗണ്ടിൻ്റെ മിറർ ഇമേജ് എടുക്കുന്നു. രണ്ടും ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ്. അങ്ങനെയുള്ള നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കൈറാൽ മോളിക്യൂളുകൾ എന്ന്. അങ്ങനെയുള്ളവയാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടുകൾ. ക്ലിയർ? അങ്ങനെയുള്ളവരാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് അതിൻ്റെ മിറർ ഇമേജും ഒരേപോലെയാണെങ്കിൽ അവ ഒപ്റ്റിക്കൽ ഐസോമർസും കാണിക്കുന്നില്ല, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയും കാണിക്കുന്നില്ല. ഒരു കോമ്പൗണ്ടിൻ്റെ മിറർ ഇമേജും ആ കോമ്പൗണ്ടും ഡിഫറൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതാണ് കൈറാൽ മോളിക്യൂളുകൾ. അവരാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കുക. ക്ലിയർ? ഇനി ഇവിടെ തന്നിരിക്കുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കണേ. ഒരു കാർബൺ, സെൻറ്ററിൽ ഒരു കാർബൺ ഉണ്ട്. ഈ കാർബണിൻ്റെ 4 വാലൻസിയിലും 4 ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ 4 കാർബണിൻ്റെ 4 വാലൻസിയിലും 4 ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകൾ, 4ഉം ഡിഫറൻ്റ് ആയിരിക്കണം. അങ്ങനെ 4ഉം ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ കാർബണെ പറയുന്ന പേരാണ് കൈറാൽ കാർബൺ. ചോദിക്കുമേ, ഈ താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ എത്രാമത്തെ കാർബൺ അല്ലെങ്കിൽ ഏത് കാർബണാണ് കൈറാൽ കാർബൺ എന്ന് ചോദിക്കും. അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കൈറാൽ കാർബൺ അല്ലെങ്കിൽ സ്റ്റീരിയോ സെൻറ്റർ എന്നൊക്കെ പറയും.
ഇതാണ് സ്റ്റീരിയോ സെന്റർ. ഒരു കാർബണിന്റെ 4 ബാലൻസിൽ 4 ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കൈറാൽ എന്താണ്, കൈറാൽ എന്നുള്ള കാര്യം എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മക്കൾ എല്ലാവരും നോക്കി വെക്കുക. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് സ്റ്റീരിയോ സെന്റർ എന്താണ്, കൈറാൽ കാർബൺ ഏതാണെന്ന്. ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ഏത് കാർബൺ, എത്രാമത്തെ കാർബൺ ആയിരിക്കും കൈറാൽ കാർബൺ എന്ന് പറഞ്ഞ് 1, 2, 3, 4 എന്ന നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് കാർബൺ ആയിരിക്കും, ഏത് നമ്പറുള്ള കാർബൺ ആയിരിക്കും കൈറാൽ കാർബൺ ആയിരിക്കുക, അല്ലെങ്കിൽ സ്റ്റീരിയോ സെന്റർ ആയിരിക്കുക. ഇവിടെ നോക്കിയാൽ രണ്ടാമത്തെ കാർബൺ, ഈ രണ്ടാമത്തെ കാർബണിന്റെ ഈ വാലൻസിൽ CH3 ആണ്, ഈ വാലൻസിൽ CH2 CH3 ആണ്. ഇവിടെ വരുന്നത് ഹൈഡ്രജൻ ആണ്, ഹൈഡ്രജൻ ആണ്. താഴത്തുള്ളത് Cl ആണ്. അപ്പോൾ ഈ കാർബണിന്റെ 4 ഭാഗത്തുമുള്ള 4 ആളുകളും ഡിഫറൻ്റ് ആണ്. മറ്റേത് കാർബൺ എടുത്താലും അതിൽ 2 ഭാഗത്തെങ്കിലും മിനിമം ഹൈഡ്രജൻ വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ വന്നാൽ ഒരേപോലെയല്ല, 4 ബാലൻസിലും ഡിഫറൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ കാർബൺ എടുക്കുകയാണെങ്കിൽ ഈ കാർബണിൻ്റെ 1 ഹൈഡ്രജൻ ആണ്, അത് ഇവനാണ്. ഇപ്പുറത്ത് വരുന്നത് CH3, അപ്പുറത്ത് വരുന്നത് CH2 CH3 ആണ്. ഇവിടെ വരുന്നത് OH ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ കാർബണുമാണ് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഈ 2 കാർബണുകളാണ് എന്ത്, കൈറാൽ കാർബൺ അഥവാ സ്റ്റീരിയോ സെന്റർ എന്ന് പറയുന്നത്. അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്ക്, ഈ സംഭവങ്ങളൊക്കെ സെയിം തന്നെയാണ്, വേറെ ടേമുകളിൽ പറഞ്ഞു പോകുന്നത് മാത്രം. എൻആൻജിയോമസ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട്, അതിൽ ലൈറ്റിനെ കടത്തിവിടുമ്പോൾ അവൻ എന്ത് ചെയ്യും, ലൈറ്റിനെ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ ഇവൻ്റെ മിറർ ഇമേജ് എടുക്കുന്നു. ആ മിറർ ഇമേജ് ആ ലൈറ്റിനെ ലെഫ്റ്റിലോട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഒരു കോമ്പൗണ്ട്, ഈ കോമ്പൗണ്ടിലോട്ട് നമ്മൾ പ്ലെയിൻ പോളറൈസർ ലൈറ്റിനെ കടത്തിവിട്ടാൽ ഈ കോമ്പൗണ്ട് അതിനെ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുമെങ്കിൽ ഇവൻ്റെ മിറർ ഇമേജ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആ ലൈറ്റിനെ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കും. ഇവയെ പറയുന്ന പേരാണ് എൻആൻജിയോമസ്. ഇവയെ പറയുന്ന പേരാണെന്ത്, എൻആൻജിയോമസ് എന്ന് പറയും. ഒരു എൻആൻജിയോമർ എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കും, അതാണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. അതിൻ്റെ മിറർ ഇമേജ് ആയിട്ടുള്ള കോമ്പൗണ്ട് ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കും, അവനാണ് ലീവോ റൊട്ടേറ്ററി. റെഡി? ഇതാണ് നമ്മൾ എന്ന് പറയുക എൻആൻജിയോമസ് എന്ന് പറയുന്നത്. റെസ്മിക് മിക്സർ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് എടുത്തു പറയാം, ഡെഫിനിഷൻ വായിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യം ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മക്കൾ കേൾക്കുക. ഒരു കോമ്പൗണ്ട്, ആ കോമ്പൗണ്ടിലൂടെ ലൈറ്റിനെ കടത്തിവിടുമ്പോൾ ആ ലൈറ്റിനെ ഇവൻ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഇവൻ്റെ മിറർ ഇമേജ് ആയിട്ടുള്ള മറ്റൊരു കോമ്പൗണ്ട്, അതിലോട്ട് ലൈറ്റിനെ കടത്തിവിടുമ്പോൾ ഇവൻ അതിനെ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഈ 2 കോമ്പൗണ്ടുകളും ഈക്വൽ പ്രപ്പോർഷനിൽ ചേർത്ത് ഒരു മിക്സർ ഉണ്ടാക്കിയാൽ, ഒരു ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2 കോമ്പൗണ്ടുകളെയും ഈക്വൽ പ്രപ്പോർഷനിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലോട്ട് ലൈറ്റ് കടത്തിവിട്ടാൽ ലൈറ്റ് എങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യും? ആ ലൈറ്റ് റൊട്ടേറ്റ് ചെയ്യത്തില്ല. കാരണം ലൈറ്റ് ഇതിലോട്ട് വരുന്ന സമയത്ത് ആ ലൈറ്റിനെ ഒരു കോമ്പൗണ്ട് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ മറ്റേ കോമ്പൗണ്ട് ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കും. വീണ്ടും പഴയതുപോലെ തന്നെ ആകും. ഒരു കോമ്പൗണ്ട് കാരണം ഉണ്ടാവുന്ന റൊട്ടേഷൻ മറ്റൊരു കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. നോക്കുക, ഇതാണ് ആ മിക്സർ എന്ന് വിചാരിക്കുക. ഏത് 2 എൻആൻജിയോമറും ചേർത്തുകൊണ്ടുള്ള മിക്സർ എന്ന് വിചാരിക്കുക. ഇതിലോട്ട് റൈറ്റിനെ കടത്തി വിട്ടാൽ ലൈറ്റ് എന്ത് ചെയ്യുന്നു, റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. വീണ്ടും പുറത്തിറങ്ങുന്ന സമയത്ത് എന്തായിരിക്കും, പുറത്തിറങ്ങുമ്പോൾ എഫക്റ്റീവ് എന്തായിരിക്കും, റൊട്ടേഷൻ 0 ആയിരിക്കും. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി 0 ആയിരിക്കും. ഇങ്ങനെ എൻആൻജിയോമേഴ്സിനെ റെസ്മിക് മിക്സറാക്കി മാറ്റുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് റെസ്മൈസേഷൻ. എന്താണ് റെസ്മിക് മിക്സർ എന്ന് പറഞ്ഞില്ലല്ലേ, ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് റെസ്മിക് മിക്സർ. ഡെക്സ്ട്രോ റൊട്ടേറ്ററിയായും ലീവോ റൊട്ടേറ്ററിയുമായിട്ടുള്ള ഈ 2 എൻആൻജിയോമേഴ്സിനെ ഈക്വൽ പ്രപ്പോർഷനിൽ ആഡ് ചെയ്തിട്ട് ഒരു മിക്സർ ഉണ്ടാക്കുന്നു. അതിലോട്ട് ലൈറ്റിനെ കടത്തിവിട്ടാൽ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ 0 ആയിരിക്കും. കാരണം ഒരാൾ ഉണ്ടാക്കുന്ന റൊട്ടേഷൻ മറ്റേ ആൾ ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള മിക്സേഴ്സിനെയാണ് റെസ്മിക് മിക്സർ എന്ന് പറയുന്നത്. ഈ എൻആൻജിയോമേഴ്സിനെ റെസ്മിക് മിക്സറാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് റെസ്മൈസേഷൻ. എക്സാമിന് 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ടേമാണ് റെസ്മൈസേഷൻ എന്താണ്, അല്ലെങ്കിൽ റെസ്മിക് മിക്സർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ പറയേണ്ടതിൻ്റെ ആവശ്യം എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ കോമ്പൗണ്ടിൽ എക്സ് എന്ന് പറയുന്ന നമ്മുടെ ഹാലജനെ മാറ്റിയിട്ട് മറ്റൊരു Y- എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ വരികയാണ്. ഈ എക്സിനെ മാറ്റിയിട്ട് അതേ സ്ഥാനത്ത് തന്നെയാണ് Y വരുന്നതെങ്കിൽ കോൺഫിഗറേഷൻ ഒരു മാറ്റവുമില്ല. ബാക്കിയുള്ള ആളുകളുടെയൊക്കെ പൊസിഷൻ അതുപോലെ തന്നെയാണ്. കണ്ടോ, എക്സിൻ്റെ സ്ഥാനത്ത് ആര് വന്നു, Y വന്നു. ഈ കോൺഫിഗറേഷൻ ഒരു മാറ്റവുമില്ല. അതിനെയാണ് റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറയുക. നേരെ മറിച്ച് ഈ എക്സ് എന്ന് പറയുന്നവനെ മാറ്റി അതിൻ്റെ ഓപ്പോസിറ്റാണ് Y വരുന്നതെങ്കിൽ അപ്പോൾ ഈ ബിയും സി ഒക്കെ ഇങ്ങോട്ടേക്ക് മാറും. ഈ Y നേരെ ഇവിടെ ആയിരിക്കും വന്ന് അറ്റാക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്ന ഇവൻ കംപ്ലീറ്റ് അങ്ങോട്ട് മാറുന്നു, ബി എന്ന് പറയുന്നവൻ കംപ്ലീറ്റ് ഇങ്ങോട്ട് മാറുന്നു. കണ്ടോ, സി ഇങ്ങോട്ട് വന്നു, ബി ഇങ്ങോട്ട് വന്നു, ദെൻ Y ഇങ്ങോട്ട്. നേരത്തെ ഉണ്ടായിരുന്ന എക്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് Y വന്നിരിക്കുന്നത്. ഇതിനെ പറയുന്നതാണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് മറ്റൊരു ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ കോൺഫിഗറേഷൻ ഒരു മാറ്റവുമില്ല, അത് റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ. എക്സ് എന്ന് പറയുന്ന ഹാലജനെ മാറ്റിയിട്ട് നേരെ ഓപ്പോസിറ്റാണ് Y വരുന്നതെങ്കിൽ
ഓപ്പോസിറ്റ് വഴി വരികയാണെന്നുണ്ടെങ്കിൽ കോൺഫിഗറേഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും. കട്ടപ്പ ബാഹുബലി എന്ന ട്രിക്ക് നിങ്ങൾ ഓർക്കുമെന്ന് വിചാരിക്കുന്നു. നേരെ ഓപ്പോസിറ്റ് ആണുള്ളതെങ്കിൽ ഇതിനെയാണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറയുക. ഇത് നമുക്കറിയാം. ഇനി നമ്മൾ പഠിച്ച SN1 SN2 ഏതൊക്കെയാണ് പോസിബിൾ എന്നാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യം പറയുന്നത് SN1 ആണ്. SN1 മെക്കാനിസത്തിൽ എങ്ങനെയാണ്? എൻ്റെ കയ്യിലുള്ള ഈ ഹാലജനെ ആദ്യം വെട്ടിക്കളഞ്ഞതിന് ശേഷം മറ്റൊരു ന്യൂക്ലിയർ ഫൈൽ വരികയാണ് അല്ലേ. 2 സ്റ്റെപ്പിലാണ് നടക്കുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്? ആദ്യം ഈ ബ്രോമിൻ ഇവിടുന്ന് പോകുന്നു. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു കാർബോ കാറ്റയോൺ അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും ഹാലജൻ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്നെ പറയുന്നതാണ് കാർബോ കാറ്റയോൺ എന്ന്. അപ്പോൾ ഈ എക്സ് പോയതിന് ശേഷമുള്ള ഈ കാർബോ കാറ്റയോണിൽ മറ്റൊരു ന്യൂക്ലിയർ ഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. എവിടെ അറ്റാക്ക് ചെയ്യും? ഈ എക്സ് പോയ ഇതേ സ്ഥാനത്ത് വന്ന് അറ്റാക്ക് ചെയ്യാം. ഇവിടെ മാത്രമേ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടോ? എക്സ് പോയ ഇതേ സ്ഥാനത്ത് തന്നെയാണ് ആ OH- വരുന്നത് എങ്കിൽ ഈ എക്സ് ഈ BR പോയ അതേ സ്ഥാനത്ത് തന്നെയാണ് OH- വരുന്നത് എന്നുണ്ടെങ്കിൽ റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്നു പറയാം. പക്ഷേ ഈ BR പോയതിന് ശേഷം ഇതാണ് അവൻ്റെ അവസ്ഥ. ഓക്കെ, OH- ഇവിടെ മാത്രമേ വന്ന് അറ്റാക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. ഈ OH- വേണമെങ്കിൽ പിറകിലൂടെയും വന്ന് അറ്റാക്ക് ചെയ്യാമല്ലോ. ഇങ്ങനെ നിൽക്കുന്ന ഈ കാർബോ കാറ്റയോണിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വന്ന് അവൻ അറ്റാക്ക് ചെയ്യാം. BRൻ്റെ അതേ സ്ഥാനത്ത് തന്നെ വന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ പോസിബിൾ ആണ്. BR പോയതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷനും പോസിബിൾ ആണ് SN1. നോക്കുക, ഇതാണ് ആ കാർബോ കാറ്റയോൺ. ഇതാണ് ആ കാർബോ കാറ്റയോൺ. ഈ കാർബോ കാറ്റയോണിൽ നേരത്തെ ഉണ്ടായിരുന്ന BR- അതേ സ്ഥാനത്താണ് OH- അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ഈ OH- അറ്റാക്ക് ചെയ്യുന്നത് നേരത്തെയുള്ള BRൻ്റെ അതേ സ്ഥാനത്താണെങ്കിൽ നമുക്ക് കിട്ടും എന്ത്? നേരത്തെയുള്ള അതേ കോൺഫിഗറേഷൻ. അപ്പോൾ കിട്ടുന്നത് റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ്. റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് പോസിബിൾ ആയിരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന ഈ കാർബോ കാറ്റയോണിൽ OH- നേരെ ഓപ്പോസിറ്റ് വന്ന് അറ്റാക്ക് ചെയ്യാം. ഏത് ഭാഗത്തൂടെ വേണമെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഈ ഡയറക്ഷനിലും വന്ന് അറ്റാക്ക് ചെയ്യുന്നു. കാരണം അവന് ഇഷ്ടമുള്ള പോലെ അറ്റാക്ക് ചെയ്യാമല്ലോ. ഈ കാർബോ കാറ്റയോണിൻ്റെ ഏത് ഭാഗത്തൂടെ വേണമെങ്കിലും അവന് വരാം. കാരണം അവിടെ എന്തില്ല? BR- ഇല്ല. അതിനാൽ തന്നെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇതിലൂടെ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഇതിലൂടെ വന്ന് അറ്റാക്ക് ചെയ്താൽ ഇപ്പുറത്താണ് OH- വരിക. നേരത്തെ ഉണ്ടായിരുന്ന കോൺഫിഗറേഷന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഇതെന്താണ്? ഇൻവേർഷൻ ആണ് അല്ലേ. ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. അതായത് SN1 എന്ന് പറയുന്ന മെക്കാനിസത്തിൽ റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷനും പോസിബിൾ ആണ്, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷനും പോസിബിൾ ആണ്. ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളും അതിനകത്ത് കിട്ടും. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ കോമ്പൗണ്ടിൻ്റെ മിറർ ഇമേജ് ആണ് ഈ കോമ്പൗണ്ട്. ഈ രണ്ടു പേരും ഒരേപോലെ നമുക്ക് കിട്ടും, ഒരു കണ്ടെയ്നറിനകത്ത് കിട്ടും. ഇവൻ ലൈറ്റിനെ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുമെങ്കിൽ ഇവൻ ലൈറ്റിനെ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. കാരണം ഇവൻ്റെ മിറർ ഇമേജ് ആണ് അവൻ. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ടും അവിടെ ഉണ്ടാവുന്നുണ്ട്, ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളും അവിടെ ഉണ്ടാകുന്നുണ്ട്. രണ്ടും ഈക്വൽ പ്രപ്പോർഷനിലാണ് എന്നുണ്ടെങ്കിൽ അത് റസ്മിക് മിക്സ്ചർ ആണ്. ക്ലിയർ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ SN1 മെക്കാനിസം വഴി ഉണ്ടാകുന്നത് ഒരു റസ്മിക് മിക്സ്ചർ ആയിരിക്കും. ഈക്വൽ പ്രപ്പോർഷൻ ആണെങ്കിൽ അത് റസ്മിക് മിക്സ്ചർ ആയിരിക്കും. കാരണം ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷനും പോസിബിൾ ആണ്, റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷനും പോസിബിൾ ആണ്. ഈ രണ്ട് തരത്തിലുള്ള കോമ്പൗണ്ടുകളും ഉണ്ടാവുന്നുണ്ട്. രണ്ടും പരസ്പരം മിറർ ഇമേജുകളാണ്, രണ്ടും എൻആൻജിയോമേഴ്സുകളാണ്. ഈക്വൽ പ്രപ്പോർഷനിലാണെങ്കിൽ അത് റസ്മിക് മിക്സ്ചർ ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ പറയാനാണ് മുന്നേ ആ ടേമുകളെല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നത്. SN2 എടുക്കുകയാണെങ്കിലോ ക്ലോറിൻ ഇവിടെ നിൽക്കവെയാണ്. ഈ Cl- എന്ന് പറയുന്ന ഇവൻ നിൽക്കവെയാണ് എന്ത് ചെയ്യുന്നത്? ഈ OH- വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ഉറപ്പായും പിറകിലൂടെ മാത്രമേ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ക്ലോറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മാത്രമേ ഈ OH- വരുള്ളൂ. അപ്പോൾ നോക്കുക, ഇവിടെ നേരത്തെ ക്ലോറിൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ OH ഇവിടെയാണ്. പിറകിലൂടെ മാത്രമേ വന്ന് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതെന്തായിരിക്കും? ഇൻവേർഷൻ മാത്രമായിരിക്കും. ഓക്കെ, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ മാത്രമേ ഇവിടെ പോസിബിൾ ആവുള്ളൂ. മനസ്സിലാക്കേണ്ട കാര്യം, SN2 ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ മാത്രമേ പോസിബിൾ ആവുള്ളൂ. SN1 റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷനും ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷനും പോസിബിൾ ആവും. എൻ്റെ ചോദ്യം ഇതാണ്, റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ഏതിലാണ്? കോൺഫിഗറേഷൻ അതുപോലെ തന്നെ നിലനിർത്താനുള്ള കഴിവ് SN1 SN2 SN1 റിട്ടൻഷൻ പോസിബിൾ ആയിരിക്കുക. ഇനി SN2 ഏതു മാത്രമാണ് പോസിബിൾ? SN2 ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ മാത്രമാണ് പോസിബിൾ. ഇവിടെ റസ്മിക് മിക്സ്ചർ ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കി വെക്കുന്നത്. ഇതാണ് നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. എന്ത് ഡൗട്ട്സിന് ഡയറക്റ്റ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ പറയുക. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും ക്ലാസ് ഗ്രൂപ്പുകളിലോട്ടും ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കിഡിലായിട്ടുള്ള ടോപ്പിക്സിനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. കൂടുതലായിട്ട് ഏതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്ന് പറഞ്ഞാൽ തീർച്ചയായും താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.